പീരിമേട്ടിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നീക്കമെന്ന് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിപാറ. വോട്ടർ പട്ടികയിൽ നിന്നും കോൺഗ്രസ് വോട്ടർമാരെ നീക്കം ചെയ്യാനായി BLOമാർക്ക് നിർദ്ദേശം നൽകിയതായി സൂചനയുണ്ട്. വോട്ടർമാരെ നീക്കം ചെയ്യേണ്ട 7-ാം നമ്പർ ഫോമാണ് താലൂക്ക് ഓഫീസ് മുഖാന്തരം BLOമാർക്ക് നൽകിയിരിക്കുന്നത്. സ്ഥലത്തുള്ള വോട്ടർമാരെ നീക്കം ചെയ്യാനാണ് ഫോം നൽകിയത് എന്നും LDFന് വിജയിക്കാൻ കളമൊരുക്കുകയാണ് LDF അനുകൂല സംഘടനയിലെ ഉദ്യോഗസ്ഥരെന്നും അരുൺ പൊടിപാറ പറഞ്ഞു. പീരിമേട് നിയോജകമണ്ഡലത്തിൽ ഓരോ ബൂത്തിലും 10-ലധികം ആളുകളെ 7-ാം നമ്പർ ഫോമിൽ വോട്ടർ പട്ടിക നീക്കം ചെയ്യാനുള്ള അപേക്ഷകൾ BLOമാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് 7-ാം നമ്പർ ഫോമിൽ ഒപ്പിട്ടിരിക്കുന്ന ആപ്ലിക്കൻറ്റിൻ്റെ പേരില്ല, ഒപ്പും വ്യക്തമല്ല. ഈ ഒഴിവാക്കപ്പെടാൻ കൊടുത്തിരുന്ന ആളുകളെല്ലാം ഈ നിയോജകമണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരും ഇവിടെ ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും ഇവിടെ നിന്ന് സ്ഥലം വിറ്റു പോവുകയോ മാറി താമസിക്കുകയോ ചെയ്യാത്ത ആൾക്കാരാണ്. അത്രയും ആളുകൾ, അത് തന്നെയുമല്ല, ഈ ആളുകളെല്ലാം കോൺഗ്രസും അതുപോലെ ഐക്യ ജനാധിപത്യ മുന്നണിയിൽപ്പെട്ട ആളുകളാണ്. ഇപ്പോൾ 223 ബൂത്തുള്ള ഇവിടെ ഒരു ബൂത്തിൽ നിന്ന് മിനിമം 10 പേരെ വെച്ച് ഒഴിവാക്കാൻ ശ്രമിച്ചു കഴിയുമ്പോൾ ഏകദേശം 2500 വോട്ടുകൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വോട്ടുകൾ ഇവിടുന്ന് വെട്ടിമാറ്റി ഇവിടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് താലൂക്കിൽ നിന്നും ഉപ്പേറ് വില്ലേജിൽ BLOമാരെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഈ 7-ാം നമ്പർ ഫോം വിതരണം ചെയ്യുകയും ഇത് ചെയ്തു. ഇതിന് പ്രകാരം തഹസിൽദാരുടെ ഈ കാര്യമായിട്ട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് അങ്ങനെ ആരെയും പെട്ടെന്ന് വെട്ടിമാറ്റത്തില്ല, ഫോം കൊടുത്തുള്ളൂ പറഞ്ഞു. പിന്നീട് ഇത് രാഷ്ട്രീയപരമായ ഗൂഢാനെ പറ്റി ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കറിയത്തില്ല, ഞാൻ വില്ലേജ് ചോദിക്കണമെന്ന് പറഞ്ഞു. ഇത് തഹസിൽദാർ താലൂക്കിൽ തന്നതാണെന്ന് പറഞ്ഞാണ് വില്ലേജ് മുഖാന്തരം വിതരണം ചെയ്യുന്നത്. ഇത് തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്കാൻ വേണ്ടി. കാരണം പീരിമേട് നിയോജകമണ്ഡലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം 1800 വോട്ടിനാണ് ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. അതിന് മുമ്പ് 324 വോട്ടിനാണ് ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. എപ്പോഴും 10,000-3000 വോട്ടുകൾക്ക് മാത്രമാണ് ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി പരാജയപ്പെടുന്നത്. 5000 താഴെ വോട്ടുകൾക്കാണ് ഇവിടെ എന്നും ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വിജയിച്ചുകൊണ്ടത്. അപ്പം കോൺഗ്രസ്സുകാരായ ഐക്യ ജനാധിപത്യ മുന്നണിക്കാരായ ആളുകളുടെ 2500-3000 വോട്ട് വെട്ടിമാറ്റുമ്പോൾ അത് ഇലക്ഷനിൽ 6000 വോട്ടുകൾ ഗുണം ചെയ്യും. അങ്ങനെ ഇടതുപക്ഷത്തെ ജയിപ്പിക്കാനുള്ള ഒരു ഗൂഢതന്ത്രമാണ് ഇതിനകത്തുള്ളത്. ഈ ഗൂഢതന്ത്രത്തെ എന്ത് വില കൊടുത്തും കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും എതിർക്കും.